ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? വല്ലാണ്ട് ഇടകാറുന്നുണ്ടാ? നെഞ്ചുവേദന ഉണ്ട് ഇപ്പോൾ. പിന്നീട് രക്തം ഛർദ്ദിച്ചില്ല? ഛർദ്ദിക്കുന്നുണ്ടാ? ടെൻഷൻ ഒന്നുണ്ട് കേട്ടോ. എല്ലാം ശരിയാവും. ഒന്നുകൊണ്ട് ടെൻഷനാണ്. ഇതുവരെ നമ്മൾ എത്തിയില്ലേ? ഇനി 20 ലക്ഷം രൂപയല്ലേ അത് കൂടി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. നിന്റെ ആഗ്രഹം പോലെ തന്നെ ഖുർആൻ മനപ്പാടാക്കി ഒരുപാട് മക്കൾക്ക് ഇൽമ് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു സാഹചര്യം പടച്ചവന്റെ അനുഗ്രഹത്താൽ ഉണ്ടാകട്ടെ. എല്ലാവരും സഹായിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും സഹായിച്ചത് കൊണ്ടാണ്, നിങ്ങളെല്ലാവരും സഹകരിച്ചത് കൊണ്ടാണ്, പ്രാർത്ഥനയുടെ കൂടെ നിന്നുകൊണ്ടാണ് 40 ലക്ഷം രൂപ നമുക്ക് സമാഹരിക്കാൻ സാധിച്ചത്. ഇനിയും 20 ലക്ഷം രൂപ കൂടി കണ്ടെത്തിയാൽ മാത്രമേ ഈ കൊച്ചനുജന്റെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ കൊച്ചനുജൻ പറയുന്നത്, എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം, എനിക്ക് ഖുർആൻ മനപ്പാടമാക്കണം, ഒരുപാട് മക്കൾക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. ഓരോ നിമിഷം വൈകുന്തോറും ആരോഗ്യനില വഷളായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നില്ലെങ്കിൽ ഈ കൊച്ചനുജൻ മരണത്തിലേക്ക് പോകുന്ന കാഴ്ച നാം എല്ലാവരും കാണേണ്ടി വരും. അങ്ങനെയൊന്നും സംഭവിക്കരുത് എന്നുള്ളൊരു പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവർ. ഇത്രയും ദൂരം സഞ്ചരിച്ച് ഹൈദരാബാദിലെ യശോദ ഹോസ്പിറ്റലിൽ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് അവസാന പ്രതീക്ഷയോടുകൂടി ലോകമെമ്പാടുമുള്ള കാരുണ്യമനസ്കരായ നന്മ നിറഞ്ഞ കൂടപ്പുറപ്പെട്ട മുന്നിലേക്ക് ഈ ഒരു വീഡിയോയുമായി വന്നിട്ടുള്ളത്. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് പരമാവധി ഈ വീഡിയോ പ്രാർത്ഥനയോടുകൂടി എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് എത്രയും പെട്ടെന്ന് സഹായം ലഭിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി തരണമെന്ന് പടച്ചവനെ മുൻനിർത്തി ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. ഒന്നുണ്ടാവില്ല കേട്ടോ. ഇനി ഒരുപാട് കാലം പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ആ മാതാപിതാക്കളോടൊപ്പം ജീവിക്കാനുള്ള അനുഗ്രഹം പടച്ചവന്റെ സഹായത്താൽ ഉണ്ടാവും. കരയുണ്ട് കേട്ടോ. അസ്സലാമു എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് ഹൈദരാബാദ് യശോദ ഹോസ്പിറ്റലില് കർണാടകയിലെ സുണ്ടിക്കുപ്പ പ്രദേശ സ്വദേശിയായ ആബിദ് എന്ന് പറയുന്ന 23 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചനുജന് ലെൻസിന് തകരാറ് സംഭവിച്ച് എത്രയും പെട്ടെന്ന് ലെൻസ് മാറ്റിവെച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണെന്ന് പറഞ്ഞ കാരുണ്യമനസ്കരായ നന്മ നിറഞ്ഞ ലോകമെമ്പാടുമുള്ള സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് ഒരു ചാരിറ്റി വീഡിയോ ചെയ്ത് വളരെ എമർജൻസി ആയി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചപ്പോ നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ട്, നിങ്ങളുടെയൊക്കെ സഹകരണം കൊണ്ട്, പ്രാർത്ഥനയോടുകൂടി നിങ്ങളൊക്കെ ചേർത്ത് പിടിച്ചത് കൊണ്ട് 40 ലക്ഷം രൂപ നമുക്ക് സമാഹരിക്കാൻ സാധിച്ചു. ഇനിയും 20 ലക്ഷം രൂപ കൂടി കണ്ടെത്തിയാൽ മാത്രമേ ഈ കൊച്ചനുജന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, വളരെ എമർജൻസി ആയി 20 ലക്ഷം രൂപ നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ മുന്നോട്ടുള്ള ചികിത്സകൾ മുടങ്ങാനുള്ള സാധ്യത ഏറെയാണെന്ന് പറഞ്ഞപ്പോ വളരെ എമർജൻസി ആയ ഒരു ചാരിറ്റി വീഡിയോ ചെയ്ത് അവസാന പ്രതീക്ഷയോടുകൂടി കാരുണ്യമനസ്കരായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു 100 രൂപയെങ്കിലും നൽകി 10 പേരിലേക്കെങ്കിലും ഈ ഒരു സങ്കടം വളരെ എമർജൻസി എത്തിച്ചുകൊണ്ട് 20 ലക്ഷം രൂപ സമാഹരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണേ. ഈ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് വളരെ ഗുരുതരാവസ്ഥയാണ്. എത്രയും പെട്ടെന്ന് സർജറി നടക്കണം. സർജറിയുമായി ബന്ധപ്പെട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. സർജറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാത്തിരിപ്പിലാണ്. ഇവിടെ നിലവിൽ 20 ലക്ഷം രൂപ സർജറിക്ക് ആവശ്യമായ തുക നാം നൽകിയിട്ടുണ്ട്. അതുപോലെ ടെസ്റ്റുകളും കാര്യങ്ങളും മറ്റു ജനങ്ങൾക്കൊക്കെ കൂടി ഏകദേശം 10 ലക്ഷം രൂപ ചെലവ് വന്നിട്ടുണ്ട്. 30 ലക്ഷം രൂപ ചെലവായിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് 20 ലക്ഷം രൂപയാണ്. പൂർണ്ണമായും 60 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കൊച്ചനുജന്റെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അവസാന പ്രതീക്ഷയിലാണ് ഈ കൊച്ചനുജൻ പറഞ്ഞത്, എനിക്ക് ജീവിക്കണം, എന്നെ ഇത്ര നന്നായി നോക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി എനിക്ക് കാവലായി മാറണം, എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. ഈ ഖുർആൻ മംഗലാവരം പഠിക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു വലിയ സങ്കടകരമായ സാഹചര്യം ഈ കൊച്ചനുജന് വന്നു ചേർന്നിട്ടുണ്ടായിരുന്നത്. ഇനിയും മുന്നോട്ട് എനിക്ക് ഖുർആൻ പഠിച്ച് ഖുർആൻ മനപ്പാടമാക്കി ഒരുപാട് മക്കൾക്ക് ഇൽമ പറഞ്ഞു കൊടുക്കണം എന്നുള്ള ആഗ്രഹമാണ് എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ എന്റെ ചികിത്സ മുടങ്ങരുതെന്ന് പറഞ്ഞ് വളരെ വേദനയോടുകൂടി നമ്മുടെ കൈപിടിച്ച് കരയുന്ന ഈ കൊച്ചനുജനെ നിങ്ങൾ എല്ലാവരും സഹായിക്കണേ. ശക്തമായ നെഞ്ചുവേദനയും നിൽക്കാത്ത രീതിയിലുള്ള രക്തം ഛർദ്ദിച്ചും അതേപോലെ തന്നെ ശ്വാസം എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു വളരെ എമർജൻസി ആയി വീട്ടിൽ നിന്ന് ഈ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ചികിത്സകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ എമർജൻസി ആയി സർജറി നടത്തില്ലെങ്കിൽ ഈ കൊച്ചനുജന്റെ ജീവൻ നിലച്ചു പോകുന്ന കാഴ്ച നാം കാണേണ്ടി വരും. അങ്ങനെയൊന്നും സംഭവിക്കരുതെന്നുള്ള പ്രാർത്ഥനയിലാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ എല്ലാവരും സഹായിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഈ വീഡിയോ നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും കുടുംബ ഗ്രൂപ്പുകളിലേക്കും പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് വളരെ എമർജൻസി ആയി കണ്ടുകൊണ്ട് ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് പരമാവധി സഹായം ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാക്കി തരണേ.